ഇതൊരു സ്റ്റിച്ച്ഡ് നൈറ്റിയാണ്. ഒറ്റ കളറിൽ ഫ്രിൽസ് ഇല്ലാതെ ചുരിദാർ കട്ടിങ്ങിലുള്ള ഒരു നൈറ്റി. ഇത് നമ്മൾ മെഷീൻ ഉപയോഗിച്ചൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവുകയാണേ. കുർത്തികൾക്കും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഉഷ ജെനോമിൻ്റെ ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ട സെറ്റിങ്, ഇതിൽ SS എന്നുള്ള മോഡിലേക്ക് ഈ ഒരു സ്റ്റിച്ച് ലെങ്തിൻ്റെ ഇതിടുന്നു. സ്റ്റിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ റെഡ് കളറിലെ D ആണ്. അപ്പോൾ SS വരുമ്പോൾ ആ റെഡ് കളറാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് D ആണ് ആക്കിയിട്ടേക്കുന്നത്. ടെൻഷൻ 0-ൽ നമ്മൾ സെറ്റ് ചെയ്തു. സിൽവർ കളർ സെറി ത്രെഡാണ് നമ്മൾ മുകളിലത്തെ നൂലായിട്ട് ഇവിടെ ചുറ്റാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ അടിനൂലായിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലെ സാധാ മെഷീൻ നൂലാണ്. മുകളിൽ മാത്രമേ സെറി ത്രെഡ് ഉപയോഗിക്കുന്നുള്ളൂ, കാരണം അതെല്ലാം നമ്മൾ കാണുന്നുള്ളൂ. ഇനിയിപ്പം നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ തയ്ച്ച് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടുണ്ടല്ലോ, ആ സിബിന് സൈഡിൽ സിബ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആ ഒരു തുടക്ക ഭാഗം തൊട്ട് താഴേക്ക് ഇങ്ങനെ തയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു സിബിൻ്റെ നീളം എത്രയുണ്ടോ അത്രയും നീളം അതിന് മുകളിലൊരു പടി പോലെ ഉണ്ടല്ലോ, ആ ഒരു പടിയിലല്ലാതെ അതിന് വെളി ഭാഗത്ത് വരുന്ന പോലെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇതേപോലെ താഴേക്ക് ഇങ്ങനെ തയ്ച്ച് വരുന്നു. ഇങ്ങനെ അങ്ങ് തയ്ക്കുന്നതുകൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് ലൈൻ ഇട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു സൈഡ് നോക്കി അങ്ങനെ അടിച്ചങ്ങ് വിടുകയാണ്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ടൊന്ന് സ്കെയിൽ കൊണ്ട് ഒന്ന് പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് മുകളിലൂടെ അടിക്കുക. ഞാനിപ്പോൾ ആദ്യം കണ്ടില്ല ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആ സിബ് അടിച്ചേക്കുന്ന അതേ ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിലായിട്ട് കൊണ്ടുവന്ന് ഈ മുകളിലേക്ക് മേളിലോട്ട് ഇനി അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ ജുബായ്ക്കൊക്കെ ഒരു ഡിസൈൻ വരുമല്ലോ, ആ ഒരു ഡിസൈൻ പോലെ തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ. അടിച്ചു കഴിയുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ജുബായുടെയൊക്കെ സൈഡിൽ അടിക്കുന്ന പോലെ തന്നെയാണ് ഇത് വരുന്നത്. ഈ ഒരു മെഷീനിലെ ഈ ഒരു സ്റ്റിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പോൾ സെറി ത്രെഡിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ഇരട്ടിച്ചു എന്ന് വേണേൽ പറയാം. ഇനിയിപ്പോൾ മുകളിലേക്ക് അടിച്ച് ഞാൻ ഇതിപ്പോൾ ഇത്രയും മാത്രം ചെയ്ത് നിർത്തിയാൽ തീരെ നമ്മുടെ ഡിസൈൻ തീരെ അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനൊരു 2 തവണ കൂടെ ഇനി അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്കും അങ്ങനെ കാണുമ്പോൾ തോന്നുന്നില്ലേ ഇത് കുറഞ്ഞു പോയി എന്ന്? കണ്ടോ, ഇപ്പം ഒറ്റൊരു ലൈൻ മാത്രം ആകുമ്പോൾ. അതും ഞാൻ പ്രത്യേകിച്ച് വരയ്ക്കുന്നൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഫുട്ടിൻ്റെ ഒരു വീതി വെച്ചിട്ട്, ഫുട്ടിൻ്റെ ഒരു കാലിൻ്റെ ഒരു വീതി വെച്ചിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് അങ്ങ് ഒരു സങ്കല്പിച്ച് അങ്ങ് അടിച്ചു വിടുന്നതേ ഉള്ളൂ. സിൽക്ക് ത്രെഡ് ഇട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചതിന് ശേഷം ഇതേ വീതിയിൽ ഒരു തവണയും കൂടെ ഒന്ന് തയ്ക്കുന്നുണ്ട്. അങ്ങനെ 3 തവണ ഞാൻ തയ്ക്കുന്നുണ്ട്. അപ്പം ഒരുവിധം കുഴപ്പമില്ല. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് എവിടെ വേണേലും പരീക്ഷിക്കാവുന്നതാണ്. കുർത്തിയിലാണേലോ കുട്ടികളുടെ ഫ്രോക്കിലോ ഈവൻ സാരിയുടെ ബോർഡറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് വളരെ ഭംഗിയാക്കി വെക്കാവുന്നതാണ്. ഒരാ സാരിയുടെ ബോർഡറിലൊക്കെ 2 3 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാരി അടിപൊളിയായെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരം മെഷീനുള്ളവർ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാതിരിക്കല്ലേ, കാരണം അതേപോലെ നല്ല മനോഹരമായിട്ടൊരു സ്റ്റിച്ച് തന്നെയാണിത്. അങ്ങനെ തയ്ച്ച് 2ാമത്തെ സ്റ്റിച്ചും അങ്ങനെ 3ാമത്തെ സ്റ്റിച്ചും ഞാൻ ഇവിടെ അടിച്ചു കഴിഞ്ഞപ്പോഴുള്ള ലുക്ക് ഇത് കണ്ടില്ല, ഇതേപോലെയാണ് 3 സ്റ്റിച്ചും അടിച്ചു കഴിഞ്ഞപ്പം. ഇത് കുർത്തിക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മോഡലിലല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.